വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നാടൻ കറിയാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഉണക്കച്ചെമ്മീൻ 3/4 കപ്പ്, അത് ഏകദേശം ഒരു 50 ഗ്രാം വരും. പിന്നെ വേണ്ടത് ഒരു ചെറിയ പാവയ്ക്കയാണ്. അത് അതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അത് നമ്മൾ ഏറ്റവും ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കാരണം നമ്മൾ അന്ന് തന്നെ കഴിക്കാനാകുമ്പോൾ അതിൻ്റെ ഉപ്പും പൊടിയൊക്കെ പിടിക്കണമെങ്കിൽ പാവയ്ക്ക ഏറ്റവും ചെറുതായിരിക്കണം. പിന്നെ പാവയ്ക്കയുടെ കയ്പ്പ് കറിയിലേക്ക് മിക്സ് ആകണമെങ്കിലും ഏറ്റവും ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു 3 മുരിങ്ങക്കോല് ഒരു 1.5 ഇഞ്ച് നീളമുള്ള പീസാക്കി കട്ട് ചെയ്തത്. പിന്നെ 1 കപ്പ് തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ കാണുന്ന മീഡിയം തേങ്ങ ഒരു മുറി ഇരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പ് ഉണ്ടാവും. പിന്നെ ഒരു 4 വറ്റൽമുളക്, 2 എണ്ണം വറക്കുമ്പോൾ ചേർക്കാനും 2 എണ്ണം താളിക്കാനും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലി. ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള മല്ലി വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേണ്ടത് 2 ചുള കുടംപുളിയാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കീറിയിട്ട് തിളച്ച വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തെടുക്കണം. പിന്നെ വേണ്ടത് അത്യാവശ്യം നീരുള്ള ഒരു വലിയ നാരങ്ങ. ഇനി താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. അത് നമ്മുടെ ഇഷ്ടം പോലെ, ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ വേണേൽ എടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണമൊക്കെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചതൊന്നൊരു മീഡിയം തീയിൽ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം. അത് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്കൊരു കപ്പ്, 1 മുറി തേങ്ങ, അത് ഏകദേശം 1 കപ്പോളം വരും, അത് ചേർക്കുക. തേങ്ങ ഒന്ന് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം. തീ എപ്പോഴും ഒരു മീഡിയം ടു ലോയിലായിരിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഇന്ന് വേറെ പണിക്കൊന്നും അതിൻ്റെ ഇടയ്ക്ക് പോകരുത്, കരിഞ്ഞു പോകും. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മാറി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി മൂപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒട്ടും കൂടരുത്, എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം. ഞാനിപ്പോൾ ഇത് ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 സമയത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കി നിൽക്കുന്നത് ചട്ടിയുടെ ചൂടിലുകൊണ്ട് മൂത്തോളൂ. ഇളക്കിക്കൊണ്ടിരുന്നത് ഇത് കരിഞ്ഞു പോകും, അപ്പോൾ അതാണ് ഇട്ടിട്ട് പോകരുത്. ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ചൂട് കംപ്ലീറ്റും വാങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് അരയ്ക്കാൻ. തേങ്ങ നല്ലോണം ആറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം നല്ലപോലെ ആറിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ആറും. ആദ്യം ഇത് നന്നായിട്ടൊന്ന് പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ അരയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അരയ്ക്കണം. ഒരിക്കലും തണുത്ത വെള്ളം ചേർത്ത് അരയ്ക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് മാത്രമേ അരയ്ക്കാവുള്ളൂ, തണുത്ത വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ വീണ്ടും കറിയുടെ ബാക്കി പ്രോസസ്സുകൾ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റവ് ഓൺ ചെയ്യുക. എന്നിട്ടതൊരു മീഡിയം ഫ്ലെയിമാക്കി വെക്കണം. എന്നിട്ട് ഒരു ചട്ടി കൂടാൻ വെക്കുക.
ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ തനിയെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനാണത്. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ട്. ഉണ്ടാവും ഇത് കുടിക്കുന്നത് മുറിഞ്ഞ് വരും. ഇപ്പം ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അതൊന്ന് ശരിക്കും മൂട്ടുണ്ട്. ഇതിനൊരു നല്ലൊരു സ്മെല്ല് വരും ഇങ്ങനെ മൂട്ട് കഴിയുമ്പോൾ. അരച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ കൂട്ട് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം തീയിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് വെച്ചേക്കുന്ന ഒരു പാവയ്ക്ക, പിന്നെ മുരിങ്ങക്കോല് രണ്ടും ചേർക്കും. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അത്യാവശ്യം കുറച്ച് നല്ല വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുടമ്പ് നമ്മളത് 2 കുടമ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടി അത് അങ്ങനെ ചേർക്കാം. പിന്നെ ഒരു കറിവേപ്പില എത്രയും ചേർക്കാം കേട്ടോ. അതിൽ പാകേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഇതിൽ നിന്ന് തിളച്ച് വറ്റിന്ന് വെച്ചാൽ ഒരുപാട് വറ്റണ്ട, നല്ലപോലെ തന്നെ തേങ്ങയിലിരുന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ ഏറ്റവും കുറച്ചിടുക. എന്നിട്ട് കുറഞ്ഞ പേരുന്ന കഷ്ണങ്ങൾക്ക് നല്ലപോലെ വേകണം. അതിൽ പൊടിയൊക്കെ പിടിക്കണം. ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ അതുവരെ തീ കുറച്ചിടാം. ഇടയ്ക്ക് പതുക്കെ ഇളക്കി കൊടുക്കണം. ഈ സൈഡിൽ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ തീർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതൊന്ന് അതാ നമ്മൾ തിളച്ചൊന്ന് വറ്റിയൊരു കുറച്ചൊന്നും കൊടുക്കണം. അതിന് വേണ്ടി പരുവും എണ്ണ കുറഞ്ഞു വരും. കറി നല്ലപോലെ തിളച്ച ഇത് എണ്ണ ഉണ്ടാവും. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് നടക്കുന്നുണ്ട് ഉണ്ടാവും. ഈ അവസ്ഥ കഴിയുമ്പോഴത്തേക്കും ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു താളിക്കാനുള്ള മാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇടുക. വട്ടത്തിലരിഞ്ഞ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി ഇതൊരു ഗോൾഡൻ കളറാണ്, പക്ഷെ കരിയരുത്. അതുകൊണ്ട് താളിച്ച ഐറ്റംസ് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം.